നീ ആവേശം സിനിമ കണ്ടോ? ഇല്ലടാ. ഓക്കെ, ഞാൻ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടു. കണ്ടോ? എങ്ങനെയുണ്ട്? ഓ സെറ്റ്. ഞങ്ങള് നാസിന്റെ കൂടെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുമ്പോ ജയാൻ മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ടില്ലായിരുന്നു. ആ എപ്പിസോഡിന്റെ ലിങ്ക് ആണെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ആവേശം മൂവി കണ്ടപ്പോ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താന്ന് വെച്ചാല്, ആവേശത്തിലെ മെയിൻ 3 ലീഡ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അതില് ഹിപ്സ്റ്റർ ആണെങ്കിൽ ഗെയിമിങ്ങും ഒമേഗിള് സ്ട്രീമിങ് അങ്ങനെയൊക്കെ ചെയ്താണ്ട് ഭയങ്കര ഫാൻ ബേസ്. ആദ്യത്തെ വീഡിയോ ആണ് ഇന്നലെ സെഹീൻ എനിക്ക് കാണിച്ചത്. എനിക്ക് സെഹീനോട് പറഞ്ഞു ഇവൻ ഇൻഫ്ലുവൻസർ ആണ്, ഇവനാണ് ആവേശത്തിൽ അഭിനയിച്ചത്. ഞാന് ലൈക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഫിലിമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അറിയുന്നത് ഇവൻ അഭിനയം എങ്ങനെയുണ്ട്. അഭിനയം നല്ല അഭിനയ. കാരണം ഇവര് സെലക്ഷൻസും കാര്യമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരെ എടുത്തത്. ജസ്റ്റ് ഇൻഫ്ലുവൻസറാ വിചാരിച്ച് എടുത്തതല്ല. പിന്നെ അതേപോലെയുള്ള 2 പയ്യന്മാര് അതില് വില്ലനായി, അതായത് ഇവരെ മൂവിയിൽ സീനിയർ ആയിട്ട് വില്ലനായിട്ട് അഭിനയിച്ച ഒരു പയ്യൻ ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സാ. അപ്പൊ എല്ലാരും ഇങ്ങനെ കുറെ ആൾക്കാർ, കുറെ വേറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത്, അതായത് ആൾക്കാർ ഇവരെ കോണ്ടന്റും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇട്ടിട്ട് ഇവരൊരു ബിഗ് സ്ക്രീനിലെത്തി, സോഷ്യൽ മീഡിയന്റെ ഹാർഡ് വർക്കാണ് അല്ലെ, സോഷ്യൽ മീഡിയന്റെ ബ്ലെസ്സിങ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാരിട്ട്. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ റിയലൈസ് ചെയ്തത് എന്താ അറിയോ, ഞാൻ ഈ ഇടക്കിടക്ക് ഓരോ സ്നിപ്പെറ്റ്സ് കാണും ഫഹദ് ഫാസിലിന്റെ ആവേശത്തിലെ മൂവിന്റെ പ്രൊമോഷന്റെ ഓരോ ഇതൊക്കെ. അപ്പം ഒരു സ്നിപ്പെറ്റില് ഫഹദ് ഫാസിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പല ഷൂട്ടും ബാംഗ്ലൂരിന്റെ ഔട്ടർ സ്കേർട്സിലാണ് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തത്. കാരണം ബാക്കിയുള്ള സ്ഥലത്ത് ഹിപ്സ്റ്ററിനെ കാണുമ്പോൾ ആൾക്കാർ കൂടാണ്, ഇവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റണില്ല. അപ്പം ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാല്, എല്ലാരും, എനിക്കറിയില്ല എല്ലാരും എങ്ങനെ വിചാരിച്ചത്, പക്ഷെ 90% ആൾക്കാരുടെ ഒരു POV ഞാൻ ഗസ് ചെയ്യാണ്, പ്രോബബ്ലി ഇങ്ങനെ ആയിരിക്കും. 90% ആൾക്കാരും ഇവര് സോഷ്യൽ മീഡിയയിൽ ഇത്രക്കും കോണ്ടന്റും കാര്യമൊക്കെ ചെയ്ത് വൻ ഹിറ്റായി ഇവർക്ക് മൂവിയിൽ ചാൻസ് കിട്ടിയെന്നുള്ള. പക്ഷെ എന്റെ POV എനിക്ക് മനസ്സിലായ എന്താ വെച്ചാല്, ഫഹദ് ഫാസിലിന്റെ ബാനറിലെ മൂവി, അതായത് നസ്രിയ നാസിമാണ് പ്രൊഡ്യൂസർ ഫഹദ് ഫാസിൽ. അപ്പൊ ഫഹദ് ഫാസിലിന്റെ ബാനറിലുള്ള ഈ മൂവിയില് ഫഹദ് ഫാസിൽ എന്ത് ചെയ്ത്, നല്ല അടിപൊളി ക്രൗഡും കാര്യമുള്ള ഒരു 3 ഇൻഫ്ലുവൻസേഴ്സിനായിട്ട് എടുത്ത് നല്ലൊരു അടിപൊളി വിഷ്വൽ ട്രീറ്റ് ഉള്ള ഒരു പടം കെട്ടിതാക്കി. ഇവരൊരു ഇൻഫ്ലുവൻസും കാര്യം കൊണ്ടൊക്കെ കുറെ ആൾക്കാരിലേക്ക് കണ്ടു, പടം ആഘോഷിച്ചു. അങ്ങനെ അതായത് ഇവര് ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളും കോണ്ടന്റും കാര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് സിനിമയിലോട്ട് എത്തിയതല്ല. ഫഹദ് ഫാസിലും ടീമും ആ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ ഒരു നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൂടാ ഇല്ല. അത് തന്നെയല്ലേ അവരുടെ വീഡിയോസും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഓഡിയൻസിന് ഉണ്ടായത് കൊണ്ട് ഫഹദ് ഫാസിൽ ആ ഓഡിയൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിവുണ്ടായതുകൊണ്ട് ഇവരെടുത്തു. അതെ, ബോത്ത് ആർ ട്രൂ ഇൻ സിമ്പിൾ ടേംസ് അതാണ്. പക്ഷെ കുറെ ആൾക്കാര് ഇങ്ങനെ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇവർ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തോണ്ട് ഇവിടെ എത്തി അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഉള്ളത്. 2 POVസും കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ ഇങ്ങനെ പറയാം, സംഭവം എന്താന്ന് വെച്ചാല്, ഇപ്പം നമ്മളിപ്പം ഈ റോളിന് 3 സാധാ ഒരു ആൾക്കാരെ ഓഡിഷനിലൂടെ നമ്മൾ എടുക്കാന്ന് വിചാരിച്ചോ, എന്നിട്ട് നമ്മൾ ആൾക്കാരെ കൺവിൻസ് ചെയ്യണം ഈ സിനിമ പോയി കാണാൻ. പക്ഷെ എന്നാൽ ഓൾറെഡി ഓഡിയൻസ് ഉള്ളപ്പോ ഹിപ്സ്റ്റർ പോലത്തെ ഒരാളെ, അവന് കഴിവുണ്ടാവണം, കഴിവുള്ള ഒരാളെ നമ്മൾ ചൂസ് ചെയ്തിട്ട് ആണ് എടുക്കുന്നെങ്കിൽ അവനെ ഈ സിനിമയിൽ അങ്ങ് കാസ്റ്റ് ചെയ്താൽ അവന്റെ കൂടെ അവന്റെ പിന്നാലെ ഓഡിയൻസിനും വരും. മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ കുറെ ആൾക്കാർ ഹോളിവുഡിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ലൈസ കോഷി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്രിയേറ്റേഴ്സിനൊക്കെ ഇതേപോലെ ആൾക്കാർ ഹയർ ചെയ്യുന്നുണ്ട്. ആഡിസൺ റേ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ടിക്ടോക്കർ ഉണ്ടായിരുന്നു, അവളെ ഇതേപോലെ മൂവിയിൽ ഹയർ ചെയ്തിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഇവർക്ക് അഭിനയിക്കാൻ കഴിയില്ല എന്നല്ല, ഇവർക്ക് ചിലപ്പം കഴിവ് അല്ലെ ആക്ടിങ് സ്കിൽ 8/10 ആയിരിക്കാം. അപ്പം മൂവിയില് മെയിൻ കാര്യം എന്ന് വെച്ചാല് മിക്ക കൊമേഴ്ഷ്യൽ മൂവീസിലും റിസൾട്ടാണ്. അതായത് ബോക്സ് ഓഫീസിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നാണ്. ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്യണമെങ്കിൽ ആൾക്കാർ കാണണമെങ്കിൽ ഓൾറെഡി ഓഡിയൻസ് ഉള്ള ആൾക്കാർ ചൂസ് ചെയ്യുന്നതല്ലേ ബെസ്റ്റ്. അതാണ് അതിന്റെ റീസൺ. അതെ, പക്ഷെ ഞാൻ അങ്ങനെ ഹൂ വുഡ് ഹാവ് തോട്ട് ലൈക്ക് ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനെ ഒരു രീതിയിലൊക്കെ ആയി മാറുന്നുള്ളത്. ഗുഡ് ഫോർ ഓൾ ദി ഇൻഫ്ലുവൻസേഴ്സ്. അതേപോലെ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പം
ഈ ലോയൽറ്റി വൈസ് നോക്കുകയാണെങ്കിൽ മൂവി സ്റ്റാർസിനേക്കാളും ലോയൽറ്റിയും ഡെപ്തും കണക്ഷനും ഒക്കെ ഇൻഫ്ലുവൻസേഴ്സിനോടാണ് സാധാരണക്കാർക്ക് ഉള്ളത്. അതുകൊണ്ടാണ് നെറ്റ്ഫ്ലിക്സ് ഇപ്പം സൈഡ്മെൻ KSI എന്നൊക്കെയുള്ള ഇവരെ സൈഡ്മെന്റെ ഒരു ഡോക്യുമെന്ററി എന്തോ ഇവരെ ഇറക്കി. അതുപോലെ മിസ്റ്റർ ബീസ്റ്റ് ബെസ്റ്റ് ഗെയിം ഷോ എവർ എന്നുള്ള രീതിയിൽ ആമസോണിൽ കൊണ്ടുവരാൻ പോവാണ്. അതുപോലെ ഇവരിങ്ങനെ നെറ്റ്ഫ്ലിക്സ് ഇങ്ങനെ സ്ട്രീമിംഗ് സർവീസ് ഡിസ്നി ഇവരൊക്കെ ഈ ഇൻഫ്ലുവൻസേഴ്സിന് ടാലന്റിനെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സോഷ്യൽ മീഡിയന്റെ ഏജ് ആയതുകൊണ്ട് മൂവി ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂവി ഇൻഡസ്ട്രി. ആൾക്കാർക്ക് അതിനുള്ള സമയമല്ല, അതിനുള്ള അറ്റൻഷൻ ഇല്ല, ഡെപ്തും കണക്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പല ഷോസും ഇതേപോലെ എന്താ വലിയ വലിയ ബ്ലോക്ക് ബസ്റ്റർ നടന്മാരെ വെച്ചിട്ടും ആ സിനിമ അങ്ങ് ഹിറ്റ് ആവുന്നില്ല. മനസ്സിലായി. അപ്പൊ അവര് ഇൻഫ്ലുവൻസേഴ്സിലേക്കാണ് തിരിയുന്നത്. സമീറ, നിന്റെ മറ്റേ ലവ് സ്റ്റോറിന്റെ മൂവി ഇറക്കണം. ഒരു 5-6 കൊല്ലം കഴിയട്ടെ. ഞാനൊരു പ്രൊഡ്യൂസറിനെയും ഒരു നല്ലൊരു തിരക്കഥാകൃത്തിനെയും ഡയറക്ടറിനൊക്കെ തപ്പി ഇറങ്ങും. ഒരു ടീം ഞാൻ ബിൽഡ് ചെയ്യും.